കട്ടപ്പനയിൽ നിന്നും തൊടുപുഴ എറണാകുളം മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രാ ദുരിതത്തിന് പരിഹാരമായി കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും തൊടുപുഴ എറണാകുളം മേഖലകളിലേക്ക് രാത്രികാല യാത്രയ്ക്ക് 2 ബസ് സർവീസുകൾ ആരംഭിച്ചു. ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കട്ടപ്പന കെഎസ്ആർടിസിയിൽ നിന്ന് 2 സർവീസുകളാണ് ആരംഭിക്കുന്നത്. ഒന്ന് കട്ടപ്പനയിൽ നിന്ന് ആരംഭിച്ച് നെടുങ്കണ്ടത്തെത്തി തിരിച്ച് കട്ടപ്പനയിൽ വന്ന് ചെറുതോണി നേരിമംഗലം വഴി എറണാകുളത്തേക്ക്. അതോടൊപ്പം മറ്റൊരു സർവീസ് രാത്രി 8 മണിക്ക് കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ട് അത് ചെറുതോണി തൊടുപുഴ വഴി എറണാകുളത്തേക്ക് പോകുന്ന മറ്റൊരു സർവീസ്. ഈ 2 സർവീസുകൾ വരുമ്പോൾ ഒട്ടേറെ ആൾക്കാർക്ക് ഒരു സഹായകമാകുന്ന ഒരു സർവീസായിട്ട് മാറും. കോവിഡ് കാലത്ത് നിന്നുപോയ എല്ലാ സർവീസുകളും പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. രാത്രി 8 മണിക്ക് കട്ടപ്പനയിൽ നിന്ന് ആരംഭിച്ച തങ്കമണി, ചെറുതോണി, തൊടുപുഴ, മൂവാറ്റുപുഴ, കോലഞ്ചേരി വഴി വെളുപ്പിന് 1:30 എറണാകുളം എത്തിച്ചേരുന്നതാണ് പുതിയ സർവീസ്. കട്ടപ്പനയിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് 1:50 നെടുങ്കണ്ടം പോയി അവിടെ നിന്ന് 3:10 തിരിച്ച് കട്ടപ്പനയിലെത്തി 4:30 ആരംഭിച്ച് ചെറുതോണി, നേരിയമംഗലം, കോതമംഗലം വഴി 9:40 എറണാകുളത്ത് എത്തിച്ചേരുന്നതാണ് അടുത്തത്. ജലവിഭവ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലും യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് കെഎസ്ആർടിസി സർവീസ് ആരംഭിച്ചത്. മുൻപ് 2:55 ഒരു എറണാകുളം സർവീസ് പോയാൽ പിന്നീട് 6:10 സർവീസ് ഉണ്ടായിരുന്നത്. തൊടുപുഴയ്ക്കും രാത്രി സർവീസ് അപര്യാപ്തമായിരുന്നു. ഡിപ്പോയിൽ നടന്ന യോഗത്തിന് നഗരസഭാ അധ്യക്ഷ ബീന ടോമി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ കെ.ജെ. ബെന്നി, കൌൺസിലർമാരായ ഷാജി കുത്തോടി, സജിമോൾ ഷാജി, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മാണി ജോൺ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ വി.ആർ. സജി, കെ.പി. ഹസൻ, ഷാജി നെല്ലിപ്പറമ്പിൽ, സി.ആർ. മുരളി, പി.കെ. ഷെഫീഖ്, പി.എം. മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.